നമസ്കാരം, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടികളുടെ വരാൻ പോകുന്ന 2 ബിഗ് എക്സാംസ്, ബിഗ് ബോയ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത് കേട്ടോ. 2 എക്സാംസ്, ഫിസിക്സ് ആൻഡ് മാത്സ്. ഇതിന് രണ്ടിനും നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട് പഠിക്കാൻ. പക്ഷെ പഠിക്കുന്നത് നിങ്ങൾ എങ്ങനെയാവണം എന്നുള്ളതൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ +2 എക്സാം മാത്സിന്റെ കഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു രീതി വെച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പലരും അതിനെക്കുറിച്ച് അറിഞ്ഞു കാണും, ഇത്തിരി ടഫായിരുന്നു എന്നുള്ളത്. പക്ഷെ പല കുട്ടികൾക്ക് അത് എങ്ങനെ ടഫായി, അതിനുവേണ്ടി നമ്മൾ +1 കുട്ടികൾ എങ്ങനെ വേണം മാത്സിനെ പഠിക്കാൻ അല്ലെങ്കിൽ ഫിസിക്സിനെ പഠിക്കാൻ എന്നുള്ളത് അറിയത്തില്ല. ടഫായിരുന്നു എന്നുള്ളത് മാത്രം അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളും അതിനനുസരിച്ച് ആ രീതി കൂടെ പഠിച്ചില്ല എങ്കിൽ, ഞാൻ അവരുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ടായിരുന്നു, പഠിക്കേണ്ടതായി ഈ രീതി കൂടെ ആയിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. ഇപ്പൊ ഈ വർഷത്തെ +1 കുട്ടികളുടെ എക്സാമിന്റെ ഇപ്പോൾ വരാൻ പോകുന്ന പബ്ലിക് എക്സാം ഇത്തിരി ടഫാവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർഡ് അല്ല എങ്കിൽ മാർക്ക് ഒറ്റയടിക്ക് പോകും. ഇംപ്രൂവ്മെന്റ് എന്നുള്ള സംഭവം അറിയാമല്ലോ, +2 കൂടുതലുള്ള ഒരു എക്സാം ആയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ മാക്സിമം നിങ്ങളുടെ എഫർട്ട് എടുത്ത് പഠിച്ച് മാക്സിമം മാർക്ക് ഇപ്പൊ തന്നെ വാങ്ങിച്ചോണം. അതായിരിക്കും ഏറ്റവും വലിയ മാർക്ക്. പിന്നെ വല്ല തോക്കുന്ന കുട്ടികൾ, ഫെയിൽ ആവുന്ന കുട്ടികൾക്ക് വല്ല ഒന്നുകൂടെ ഒരു പാസ് ആവേണ്ട ഒരു ഓപ്ഷൻ മാത്രമാണ് ഇപ്പൊ ഇംപ്രൂവ്മെന്റ് എന്നുള്ള പേരിൽ നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ 2 എക്സാംസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഏത് കാര്യത്തിനും ഒരു +1 സയൻസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 എക്സാംസ് ആണ് ഫിസിക്സും മാത്സും. ഇത് രണ്ടിനും പഠിക്കേണ്ട രീതികൾ വ്യത്യാസമാണ്. ഫിസിക്സിനെ നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഞാനതൊന്ന് കൂടുതലൊന്ന് പ്രത്യേകം പറഞ്ഞ് ഒന്ന് ഫോഴ്സ് ചെയ്ത് പറഞ്ഞ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പഠിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസുകൾ നിങ്ങളിപ്പോൾ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, ഒരു ചാപ്റ്ററിൽ 1, 2 ഇങ്ങനെയൊക്കെ. പലരും അതിങ്ങനെ എണ്ണം പറഞ്ഞ് 2 ഞാൻ പഠിച്ചിട്ടുണ്ട്, വരുന്നെങ്കിൽ വരട്ടെ. ഇങ്ങനെയുള്ള വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയുന്ന പോലെ വരാനിരിക്കുകയല്ല. ഒരു ടീച്ചർ ക്വസ്റ്റ്യൻ ഇടുന്നവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ അത്രയ്ക്ക് പ്രിപ്പയർഡ് ആയെങ്കിൽ ആ ഒരു പുതിയ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നമ്മുടെ ഇഷ്ടത്തിൽ ഞാൻ 2 പഠിച്ചിട്ടുണ്ട്, അവൻ അതിലെ എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടില്ല, മാർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരൂടെയൊക്കെ ഒന്ന് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ നിങ്ങൾ പുതിയ ക്വസ്റ്റ്യൻസുകളും ഒക്കെ പഠിക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളെ കൂടുതൽ സെലക്ട് ചെയ്യണം. അതിൻ്റെ അകത്തുനിന്ന് കുറെ ക്വസ്റ്റ്യൻസുകൾ കിട്ടുമ്പോൾ നിങ്ങൾ നല്ലൊരു പ്രാക്ടീസ് കിട്ടും. ആ പ്രാക്ടീസ് കൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ കുറെ ക്വസ്റ്റ്യൻസുകൾ ഐഡിയ കിട്ടും. അല്ലാതെ നിങ്ങൾ ഇപ്പൊ സ്കൂളിലാണെങ്കിൽ ഇപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസുകളൊക്കെ വെച്ചായിരിക്കും ചെയ്തേക്കുന്നത്. അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ ഇത്രയോടൊക്കെ ഒന്ന് എക്സ്ട്രാ പഠിക്കാൻ തയ്യാറായാൽ, അതിനുവേണ്ടി ഞാൻ പറഞ്ഞു പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളുടെ കളക്ഷൻ ഉണ്ട്. പ്രോബ്ലംസ് മാത്രം ഒന്ന് നോക്കുക, അവനെ നന്നായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാംസിന് ആ ടോപ്പിക്കിൽ നിന്ന് മീൻസ് പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. രണ്ടാമത് ഡെറിവേഷൻസ് കൂടെ നിങ്ങൾ പഠിക്കണം. അത് നിങ്ങളെ ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും, ഇന്നതൊക്കെ പഠിപ്പിക്കും വരും എന്നൊക്കെ. പിന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുമ്പോൾ അതിനൊക്കെ നമുക്ക് ഇന്നത് പഠിച്ചുകൊണ്ട് പോകാം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. അല്ല ഇന്ന കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ അത് വന്നു ഞാൻ ചെയ്യും, അപ്പൊ അതൊരു ആപ്ലിക്കേഷൻ അല്ല. അപ്പൊ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കോൺസെപ്റ്റോടെ കൂടി പഠിച്ച് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റണം. പക്ഷെ അതൊന്നും ഇപ്പൊ എല്ലാവർക്കും പറ്റില്ല. പക്ഷെ നിങ്ങളപ്പോ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളെ ഒന്ന് നോക്കിക്കൊണ്ട് കുറെ ക്വസ്റ്റ്യൻസുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു പുതിയ ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെയാണ് കിട്ടേണ്ടതെന്നുള്ള ഐഡിയ കിട്ടും. അപ്പൊ ആ രീതി കൂടെ പഠിച്ചില്ലെങ്കിൽ ഫിസിക്സിന്റെ കാര്യം പ്രശ്നമാവും. രണ്ടിനും മാത്സ് പഠിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത്, എല്ലാവരും പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം. ഓരോ ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് അത് മാത്രം പഠിക്കും. ഇവിടെ എക്സാമിന് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാറി വല്ലതും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും, പണിയാകത്തില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇമ്പോർട്ടന്റ് മാത്രമാക്കാതെ സെക്കൻഡറി ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കൂടെ പഠിച്ചു വെച്ചേക്കണം. അതാണ് എനിക്ക് ഏറ്റവും കാരണം. അപ്പൊ ഇതിനൊക്കെ സമയം വേണം, സമയത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു, ഇനിയുള്ള സമയങ്ങളും ഉണ്ട്. ഇവരെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വർഷം സമാധാനത്തോടെ +2 പഠിക്കാം. ഇല്ലെങ്കിൽ ഈ +2 പഠിക്കുന്നതിനിടയ്ക്ക് എല്ലാം ഇങ്ങനെ വരും, +1 മാർക്ക് ഇത്രേ ഉള്ളല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകാതിരിക്കാൻ നിങ്ങൾ ഈ വർഷം നന്നായിട്ട് ഈ സമയത്ത് ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് മാറും. രണ്ടാമത് മാത്സിന്റെ അകത്തുനിന്ന് നിങ്ങൾ എക്സാമിന് ചാപ്റ്റർ വെയിറ്റേജോടെ നോക്കി വേണം പഠിക്കാൻ.
ഇപ്പൊ ഈ ചാപ്റ്റർ വെയിറ്റേജ് ഇപ്പം ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ ചാപ്റ്റർ വെയിറ്റേജിനെ അനുസരിച്ച് വേണം നിങ്ങൾ അത് പഠിക്കാൻ. രണ്ടാമത് നിങ്ങൾ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള മീൻസ് ഇപ്പൊ ഗ്രാഫ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രാഫ്. അപ്പൊ നമ്മൾ ഗ്രാഫിനെ പഠിച്ചിരുന്നത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, കുറെ ഗ്രാഫുകൾ, ഡൊമൈൻ ആൻഡ് റേഞ്ച്, അത് മാത്രം പോരാ. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസുകൾ അതേപടി ഇപ്പൊ നമ്മൾ സിഗ്നം ഫംഗ്ഷന് അല്ലെങ്കിൽ മോഡുലസ് ഫംഗ്ഷന് നമ്മൾ ആ പഠിച്ചത് 1-2 മാത്രമാക്കല്ലേ. ഇപ്പൊ മോഡുലസിനുള്ളിൽ തന്നെ ആണെങ്കിൽ പല ടൈപ്പിലുണ്ട്. മോഡുലസ് എക്സ് പ്ലസ് 1, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1, മോഡുലസ് എക്സ് മൈനസ് 1, മൈനസ് മോഡുലസ് എക്സ് പ്ലസ് 1, 3 മൈനസ് മോഡുലസ് എക്സ്, ഇങ്ങനെ പലതുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ 2 പഠിച്ചിട്ട് അത് വന്നില്ലെന്നുകൊണ്ട് ക്വസ്റ്റ്യൻ ടഫാണെന്ന് പറയല്ലേ കേട്ടോ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസുകൾ പഠിച്ചെങ്കിൽ മാത്രമേ ആ ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഏത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എല്ലാം പഠിക്കണം. രണ്ടാമത് കോണിക് സെക്ഷൻ. നമ്മൾ ഈ കോണിക് സെക്ഷനുള്ളിൽ സാധാരണ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ കണ്ടു പഠിച്ചവരാണ്. പക്ഷെ അങ്ങനെയല്ല, അതിനുള്ളിലും ഫിഗർ ഒത്തിരി ഉണ്ട്. എല്ലാത്തിനും ഫിഗർ ഉണ്ട്. സർക്കിളുണ്ട്, പരാബോളയുണ്ട്, എലിപ്സ് ഉണ്ട്, ഹൈപ്പർബോള ഉണ്ട്. ഇതിനുള്ളിൽ നിന്ന് ഏതെങ്കിലും ഫിഗർ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഫിഗർ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം, എന്നെങ്കിലേ അതിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ചാപ്റ്ററാണ്, മാർക്ക് കൂടുതലുള്ളതാണ്. പക്ഷെ അതിനുള്ളിലും ഫിഗറിന്റെ ക്വസ്റ്റ്യൻസുകളുണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് എക്സിസ് ആണോ, ലെഫ്റ്റ് ലിമിറ്റ്, റൈറ്റ് ലിമിറ്റ്, ഇതൊക്കെ ഫിഗറിൽ നിന്നും കണ്ടെത്തി എഴുതാനുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസുകൾ വരാം. അപ്പൊ ഇങ്ങനെ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളോ ഏറ്റവും വരുന്ന മറ്റൊരെണ്ണമാണ് സ്ട്രെയിറ്റ് ലൈൻ. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത പറഞ്ഞാൽ ആരുമേ എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ ടഫാണ്, എനിക്കറിയത്തില്ല എന്നുള്ള ഒരു വാചകം എപ്പോഴും അതിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ശരിയാണ്, കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ കുറെ പഠിച്ചാലും ഒരു പുതിയ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾ നല്ലതായിട്ട് കൈകാര്യം ചെയ്തില്ല എങ്കിൽ പണി കിട്ടും. നമുക്കൊരു ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ പഠിച്ചിട്ട് പോയി വർക്ക് ചെയ്തവർക്ക് മാത്രം കിട്ടേണ്ടതാണ്. അല്ലാതെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വാല്യൂ ഇല്ലല്ലോ. അപ്പൊ നിങ്ങളിപ്പോ ആ ടോപ്പിൽ എത്തണമെങ്കിൽ ആ ടോപ്പിലായിട്ടുള്ള പഠിത്തവും നടക്കണം. അല്ലാതെ ടോപ്പിൽ എത്താൻ വേണ്ടി ടോപ്പിൽ എത്താതെ വർക്ക് ചെയ്തിട്ട് കിട്ടണമെന്ന് വിചാരിച്ചാൽ അത് മോശമായിട്ടുള്ള ഒരു രീതിയാണ്. അങ്ങനെ ഉണ്ടാകരുത്. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഒരു നല്ല മാർക്ക്, ഏറ്റവും ടോപ്പ് ലെവലിലോട്ടുള്ള മാർക്ക് പോകുള്ളൂ. അപ്പൊ ആ രീതിയിൽ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട്, ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ എന്തൊക്കെയാ, ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൂടാതെ അടുത്ത സെക്ഷനിലെ ക്വസ്റ്റ്യൻസോടെ പഠിക്കാനുള്ള കഴിവ് വേണം. പിന്നെ ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ഉറപ്പായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ +2 ക്ലാസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് +2-നെ മാത്സിനെ സിമ്പിൾ ആയിട്ട് സൂപ്പറായിട്ട് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ് ആയിരിക്കും കിട്ടുന്നത്. ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ എക്സാമിന് മുമ്പായിട്ട് ക്ലാസ്സുകളെല്ലാം അടിപൊളിയായിട്ട് ഇടുന്നുണ്ട്. നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവരും ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.